നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളേറെ പ്രതീക്ഷയോടെ കൊടുത്ത ഒരു ഭരണമാണ് ശ്രീ വി ഡി സതീശൻ്റെ ഭരണം. അങ്ങനെ ശ്രീ വി ഡി സതീശൻ്റെ ഭരണം ഏകദേശം 55 ദിവസത്തോളം അടുക്കാൻ പോകും. തുടക്കത്തിൽ തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു ചർച്ച, ഒരുപാട് ട്രോളുകൾ, രമേശ്, സതീഷ് എന്നുള്ള വാക്കുകൾ, മായാവി മൂവിയിലെ ട്രോളുകൾ, ഇതെല്ലാം നമ്മൾ കേട്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചേക്കാലത്തും അക്രമമായിട്ട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കണ്ടു. അതിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരാളായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല. കാരണം പലതാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പ്രതീക്ഷിച്ചിട്ട് അവസാനം ആഭ്യന്തരമന്ത്രി ആവുകയും അപ്പോൾ അദ്ദേഹം എങ്ങനെ ആ ഭരണം കാഴ്ചവെക്കും? മോശമായ രീതിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിനെ അത് ദോഷം ചെയ്യും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നിമിഷം നേരം കൊണ്ട്, ഇത്രയും ചെറിയ ഒരു സമയം കൊണ്ട് അദ്ദേഹം പേരെടുത്തു, ഓപ്പറേഷൻ തുഫാൻ. ഇത്രയും ചെറിയ സമയം കൊണ്ട്, ഇത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം കയ്യടി നേടുന്നെങ്കിൽ അത് കഴിവ് തന്നെയാണ്. നേരെ മറിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിന് മറ്റു പല വകുപ്പുകൾ ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ഇതിനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കിയതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഓപ്പറേഷൻ തുഫാൻ, എത്ര മനോഹരമായിട്ട് എത്ര ആൾക്കാരുടെ കയ്യടികൾ നേടി. ശ്രീ രമേശ് ചെന്നിത്തല, അഭിനന്ദിക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരുപാട് ട്രോളിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കയ്യടി നേരുന്നൊക്കെയാണ്. അതുപോലെ സ്പീക്കറായ തിരുവഞ്ചൂർ പറയുന്നത് തെറ്റായതുകൊണ്ട് ഒരുപാട് ട്രോളുകൾ നേടിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, അതുപോലെ സിനിമാ മന്ത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അവാർഡ് ദാന ചടങ്ങിൽ ഒരുപാട് ട്രോളുകൾ നേടിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ സ്പീക്കറായിട്ട് നിയമം കാരണം ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം ചെയ്തത് അതിമനോഹരമായൊരു സ്പീക്കറാണ്. സ്പീക്കർ എന്നൊരു വ്യക്തിയുടെ പവർ ശരിക്കും അദ്ദേഹം നമ്മളെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങൾ, അദ്ദേഹം കേൾക്കുന്നതും പറയുന്നതും എത്ര മനോഹരമായിട്ടാണ് സ്പീക്കർ പദവി അദ്ദേഹം കൈകാര്യം ചെയ്തത്. അതുപോലെ ഒട്ടും പ്രതീക്ഷയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് നല്ല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ ഭരണത്തിനോട്. വി ഡി സതീശൻ്റെ ഭരണം മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം.